ഏകദേശം 2002 ചേർപ്പിൽ ഞങ്ങൾ നാട്ടരങ്ങ് സമിതി 32ഓളം നാടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നാടക സംഗമം ഉദ്ഘാടനം ചെയ്യാനാണ് ആദ്യമായി PM-നെ ചേർപ്പിലേക്ക് ക്ഷണിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 32ഓളം ചെറുനാടകങ്ങളാണ് അത്. 1 മണിക്കൂർ വരെ വരാവുന്ന. അന്ന് നേരിട്ട് PM-ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അന്നാണ്. അതിനു മുൻപ് ഉള്ള പീരീഡുകളിൽ സംഭവിച്ച ഈ 6-ാം തിരുമുഖം മുതലുള്ള വിവാദമുണ്ടാക്കിയ നാടകമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് 86 എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനു മുൻപ് ഞാൻ PM-നെ കാണുന്നത് 82-ൽ സ്പാർട്ടക്കസ് കാരമുക്ക് ഒരു ക്യാമ്പ് ചെയ്ത് ഓകുലദാസൊക്കെ അടങ്ങുന്ന ഒരു ടീം സംഘടിപ്പിച്ച് സ്പാർട്ടക്കസ് 82-ൽ കണ്ടശാങ്കടവ് കാരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് ഒരു മേജർ വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനന്ന് പാരലൽ കോളേജിലേക്ക് സൈക്കിളിൽ കാഞ്ഞാണിയിൽ പോയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നൊരു പീരീഡാണ്. ക്ലാസ് എടുക്കുക, ഡിഗ്രി പഠിക്കുക, അങ്ങനെയുള്ള ഗ്രാമ തലങ്ങളിൽ ചെറിയ ചെറിയ നാടകങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കും. അത് 10ാം ക്ലാസ് മുതൽ തന്നെ നാടകമായിട്ട് വരുന്നൊരു പീരീഡാണ്. ആ സമയത്ത് ഈ ക്യാമ്പിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാം അഭിനയിക്കുന്നത്, ലൈറ്റ് ചെയ്യുന്നതൊക്കെ. ടൗൺ ഹാളിലാണെന്ന് തോന്നുന്നു, തൃശ്ശൂർ ടൗൺ ഹാളിലാണ് ഈ നാടകത്തിൻ്റെ ഒരു അവതരണം നടന്നത്. പിന്നീട് ആ ഭാഗത്ത് PM-നെ അധികം നാടകമായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ 2002-ന് ശേഷമുള്ള ഈ ഒരു 10 വർഷം പറയുമ്പോൾ നിരന്തരമായിട്ട് ചേർപ്പിൽ വരികയും PM-നെ കൂടുതൽ എൻ്റെ വീട്ടിലൊക്കെ താമസിക്കുന്ന പീരീഡിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂകൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ 30-40 പേജ് വരുന്ന ഒരു ദീർഘമായ ഇന്റർവ്യൂ കഴിഞ്ഞ വർഷം ചെയ്യുന്നതിലൂടെയാണ് ഒരാളുടെ ഡെവലപ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടും ഏറ്റവും പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഈ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ മതം, ജാതി അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അയാളുടെ നിലപാട് എന്താണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പുകളും മറ്റൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ റോമൻ കാത്തലിക്കായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്ത് 15 വയസ്സ് കഴിഞ്ഞ് പള്ളിയിൽ പോകാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പള്ളിയിൽ പോകാത്ത ഒരാളെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിയും. പള്ളി ബ്രേക്ക് ചെയ്ത ഒരാളെ ഉടനെ തിരിച്ചറിയാണ്. കോഴിക്കോട് ഒരു അലക്സാണ്ടർ പോപ്പ് ഇതേപോലെ പള്ളി ബ്രേക്ക് ചെയ്ത ഒരാളെന്നുള്ള ഞാൻ തിരിച്ചറിയുകയും പിന്നീട് പോപ്പിൽ വന്ന മാറ്റങ്ങളും പോപ്പ് പറഞ്ഞൊരു തമാശയും ഒക്കെ ചേർന്നിട്ടാണ് ഞാനത് ഇങ്ങനെ ആലോചിക്കാം. പൊൻകുന്ന് വർക്കിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. പി ജാനണിയുടെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. പി ജാനണി പിന്നെ ഒരു ബയോഗ്രഫിക്കലായിട്ട് ഞാൻ സാഹിത്യ അക്കാദമിക്ക് വളരെ വിശദമായിട്ട് 450 പേജുള്ള പുസ്തകം ചെയ്തു കൊടുക്കുകയാണ് 2008. ഈ ടൈമിലൊക്കെ അച്ചായൻ നമ്മുടെ വീട്ടിലുണ്ട്. പി ജാനണിയെ കുറിച്ച് അച്ചായൻ പറയുന്നത്, പി ജാനണിനെ അച്ചായൻ ശരിക്കും നേരിട്ട് കാണാൻ അങ്ങനെ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ പി ജാനണി അച്ചായൻ്റെ അകത്തൊരു ഫയറാണ്. പൊൻകുന്ന് വർക്കി, മുണ്ടശ്ശേരി മാഷ്, MP പോൾ, ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വളരെ റബലായിട്ട് വന്ന് ഫൈറ്റ് ചെയ്ത് പോകുന്ന സംഘടിത മതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ചതാണ് ക്രിസ്ത്യാനിറ്റി. വളരെ സൈലന്റ് കില്ലിംഗ് ആണ് അവർ ചെയ്യാന്ന് മാത്രം. അത് അതിന്റെ കുദാശകളിലാണ് പിടിക്കുന്നത്. ഈ കുദാശ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ജനനം, വിവാഹം, മരണം, ഈ 3 കുദാശ അവർ ഒറ്റപ്പെടുത്തുവാണ്. 3 ഞണ്ട് പിടിച്ച പോലെ പിടിക്കുക. ഇതിനകത്ത് ഫാമിലി മുതലുള്ള എല്ലാ കാര്യങ്ങളും പെട്ടുപോകും. ഇത് ഏറ്റവും ഭയങ്കര സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഏറ്റവും കൺഫേംഡ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അതിനെ ബ്രേക്ക് ചെയ്ത എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്നുകിൽ അയാൾ ദൈവമാവും, അല്ലെങ്കിൽ അയാൾ ഭ്രാന്തനാവും. പള്ളിയെ ബ്രേക്ക് ചെയ്താൽ സംഭവിക്കുക ഫാമിലി ബ്രേക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഫാമിലി മൊത്തം പള്ളി ബ്രേക്ക് ചെയ്യുന്ന ആളുകളാവണം. അപ്പൊ പിന്നെ ആണ്ടുകുംസാരം മറ്റതും മറിച്ചതും കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വളരെ പുഞ്ചിരി തൂകുന്ന കന്യാസ്ത്രീകൾ വരും. അപ്പോ ഇവിടെ അവരിപ്പോ മുട്ടായി കൊണ്ടുവരും. പിന്നെ അവർക്ക് നമ്മൾ കട്ടൻ ചായ കൊടുത്തില്ലെങ്കിലും പലഹാരം കൊടുത്തില്ലെങ്കിലും അവര് പലഹാരവുമായിട്ട് വരും വീട്ടിൽ. എന്നിട്ട് അവര് തന്നെ ചായ ഉണ്ടാക്കി ആ പലഹാരം നമുക്ക് തരികയും എങ്ങനെയെങ്കിലും നമ്മളെ പെടുത്തിക്കളയും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം അത് സമയത്ത് ഈ നാടകമായിട്ട് പിന്നെ അച്ചായൻ കൃത്യമായിട്ടൊരു നാടകം നമുക്ക് ചെയ്യുന്നത് ഇൻക്ലാബിന്റെ പുത്രനാണ്. അപ്പൊ ഞാനാണെങ്കിൽ പി ജി ആന്റണിയുടെ റെഫറൻസ് ആയിട്ട് വളരെ ദീർഘമായിട്ടുള്ള തിലകൻ ചേട്ടൻ പോലുള്ള ഇന്റർവ്യൂവും കൊച്ചിയിലുള്ള പഴയ പി ജി ആന്റണിയുടെ ആൾക്കാർക്ക് ഇന്റർവ്യൂ ചെയ്തിങ്ങനെ
നടന്ന് രാത്രികളിൽ നമ്മൾ റിഹേഴ്സൽ ക്യാമ്പിൽ നാടകം ചെയ്യും, പലയിടത്തും നാടകം ചെയ്യും. പക്ഷെ അവിടെ കിട്ടുന്ന സമയത്ത് മുഴുവൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. അപ്പോൾ അച്ചായൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പി ജാനിയെ കുറിച്ച് അച്ചായൻ നാടകം എഴുതാനുള്ള കാരണം ഇതൊന്നുമല്ല. അടയാളങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ 2008 നാട്ടരങ്ങ് ഒരു പ്രോജക്റ്റ് ചെയ്യാണ്. അതിനകത്ത് 4 പ്രധാന റബ്ബൽ ആയിട്ട് ജീവിച്ച 4 മനുഷ്യരെ എടുത്തിട്ട് അതിന്റെ ജീവചരിത്രപരമായിട്ടുള്ള നാടകം വേണമെന്നുള്ള തീരുമാനമാണ്. അതിന് അടയാളങ്ങളുടെ പേരില്ല. അതില് സുരാസു, ജോൺ അബ്രഹാം, PJ ആന്റണി, ജോസ് ചെറമൽ, ഇങ്ങനെ 3-4 പേരെയാണ്. PM താജ് 5 പേരുണ്ട്. ഇതിന് ഈ സമയത്താണ് PJ ആന്റണി അച്ചായൻ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആളുടെ കയ്യിലില്ല. ഉടനെ നമ്മൾ പ്രതിഷേധം തന്നെ ജീവിതം ജോൺ പോൾ എഴുതിയൊരു ലഘുലേഖ പോലത്തെ ഒരു സംഭവമുണ്ട്, ചെറിയൊരു പുസ്തകമാണ്. പിന്നെ PJ സ്മരണകളുണ്ട്. ഇപ്പം ഞാൻ അക്കാഡമിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, നാട്ടരങ്ങ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാനിത് റെഫറൻസ് തുടങ്ങിയിട്ടുണ്ട്. PJ സ്മരണയുണ്ട്, PJ ഫൗണ്ടേഷൻ. ഇങ്ങനെ അച്ചായൻ അതിൻ്റെ അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിനകത്ത് വളരെ അപൂർവമായ ഇൻഫർമേഷൻസ് കിട്ടും. തിലകൻ പറയുന്ന മുതൽ, AG വിശ്വംഭരേട്ടൻ പറയുന്ന മുതൽ, കണിയാപുര രവി പറയുന്ന മുതൽ, കാർത്തികൻ, KM, PJയുടെ ശിഷ്യന്മാർ പറയുന്ന പോലെ വളരെ അപൂർവമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇതൊന്നും പലപ്പോഴും ഈ പുസ്തകങ്ങളിൽ ഉണ്ടാവില്ല. പക്ഷെ അതിന് ക്രോഡീകരിച്ചിട്ട് അച്ചായനെന്ന ചരിത്രത്തിന്റെ കയ്യൊപ്പ്, അങ്ങനെയാണ് അതിന് പേര് കൊടുത്തത്. പിന്നെയാണത് ഇംഗ്ലണ്ടിന്റെ പുത്രനായിട്ട് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കും. ഫസ്റ്റ് നമ്മൾ അവിടെ അവതരിപ്പിക്കുമ്പോൾ ചരിത്രത്തിന്റെ കയ്യൊപ്പ് എന്നാണ് അടയാളങ്ങളുടെ ലിസ്റ്റിൽ വരിക, പേര് വരിക. അപ്പോൾ ആള് പഠിച്ചു വന്നപ്പോൾ ഭയങ്കര പ്രശ്നം പിടിച്ചൊരു ക്യാരക്ടറാണ് PJ ആന്റണി. റബലാണല്ലോ, ഒക്കെ നിഷേധിക്കുന്നതാണോ ഒരുപാടാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം അച്ചായൻ നേരിടുന്നത് എന്താ വെച്ചാല്, വലിയൊരു ഘട്ടമായിട്ട് എടുക്കുമ്പോൾ 2 ഓളിയായിട്ട് ചെയ്യേണ്ട ഒരു നാടകമാണ്. ഒരു 60 വരെയുള്ള, ഒരു 54-58 വരേക്കുള്ള പീരീഡ് വരെയാണ്, 60 വരെയുള്ള പീരീഡാണ് ഈ ഇൻകുലാബിന്റെ പുത്രനിൽ ക്രോഡീകരിച്ച് അച്ചായൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന അതിനപ്പുറം കടന്നിട്ടുള്ള വലിയ സംഭവം ഉണ്ട്, അതിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കാളരാത്രിയൊക്കെ ചെയ്യുന്ന PJ ആന്റണി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആസിഡ് ബൾബേറും പ്രശ്നങ്ങളും, തിലകൻ ചേട്ടനുണ്ട്, ഷമ്മി തിലകന് 11 വയസ്സ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിൽ ഈ മലയാള നാടക ചരിത്രത്തിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ തിലകൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നത് കാളരാത്രി ഈശ്വരവാരും ഇന്ദിരാഗാന്ധിയും കരുണാകരനും ഒക്കെ ക്യാരക്ടേഴ്സാണ്. ഭയങ്കര പ്രശ്നം പിടിച്ച നാടകം. ദിവസം 10-20 കളി കളിച്ചിട്ടുണ്ടെന്ന് പറയാം. 12 കളിയൊക്കെ ഡെയിലി കളിച്ച് പോകുന്ന സാധനം. എവിടെ പോയാലും കോൺഗ്രസ്സുകാരായിട്ട് വിളിച്ചുകാരൻ തടയും. എന്നിട്ട് ഈ PR ഗോപാലിനും പിന്നെ നമ്മുടെ TK രാമകൃഷ്ണനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടൊക്കെയാണ് ഇത് ആ ടീമിൽ 77-78 പീരീഡ് കളിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ നാടകത്തിൽ ബേബി വരുന്നുണ്ട്. പക്ഷെ PJ ആന്റണി ഇതിലൊന്നും പെടുന്നില്ല. ഈ PJ ആന്റണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. PM ആന്റണി ആ സമയത്ത് എവിടെയാണ്? കൃത്യമായിട്ടും സ്പാർട്ടാക്കസ് പോലുള്ള സൂര്യാന്തി തിയേറ്റേഴ്സിന്റെ വർക്കുകളായിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇരുട്ടിന്റെ സന്തതികള്. ആദ്യം എഴുതുന്നത് എല്ലാവർക്കും അറിയാം, കൂട്ടവും ശിഷ്യം വായിച്ചിട്ടുള്ള രാസക്രിയ എന്നുള്ള നാടകമാണ്. പിന്നീടാണ് ഈ ഒഴുക്കിലോളങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവര് തമ്മിൽ ഒരിക്കലും ഫേസ് ടു ഫേസ് വന്നിട്ടില്ല. ആലപ്പുഴയും കൊച്ചിയും തമ്മിലുള്ള അപ്പൊ അങ്ങനെ നമ്മൾ പാരലായിട്ട് ഇത് രണ്ടും പഠിക്കുകയാണ്. ഇപ്പൊ ആളുകൾ എങ്ങനെയാണ് റബലാവുന്നത്. നമ്മൾ PJ ആന്റണിയുടെ ഇതിന് അനലറ്റിക്കലായിട്ട് പഠിച്ചപ്പോൾ സംഭവിച്ചത്, ഈ അതിന് മുൻപുള്ളൊരു കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സമരങ്ങൾ ഇങ്ങനെ തീക്ഷ്ണമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പുന്നപ്ര വയലാറ്, എന്തായാലും വയലാറും PJ ആന്റണി ഒരുമിച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. ചങ്ങമ്പുഴയെ കാണാൻ പോകുന്നുണ്ട്, കേസരി ബാലകൃഷ്ണനെ കാണാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ ടെക്നിക്ക് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ എന്താണ് വീട്ടിൽ നിന്ന് വിട്ട് നാടക ക്യാമ്പിൽ എത്തുന്നത്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പിടിച്ചു കളയും. അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ നമ്മുടെ സംഘാടകൻ ഉണരും. കാരണം അപ്പൊ നമ്മൾ ആലോചിക്കും എവിടെയെങ്കിലും കറങ്ങിപ്പോയി എവിടെയെങ്കിലും താവളത്തിലാരെങ്കിലും. അപ്പൊ ക്രിയേറ്റിവിറ്റി കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. കവി ആയിരിക്കണം, കലാകാരനായിരിക്കണം, നാടകക്കാരനാണെങ്കിൽ സംഘാടകനായിരിക്കണം. അപ്പൊ PJയുടെ പലതിനകത്തും കരുതുന്നത് ഇതേ സംഭവം തന്നെയാണ്, ഈ സംഘാടകനായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആർക്കും ഇല്ലാത്ത വേറെ ക്വാളിറ്റി PJക്ക് ഉണ്ടായിരുന്നു, ഗംഭീര മ്യൂസീഷ്യൻ ആയിരുന്നു അയാൾ. അപ്പൊ അയാൾ ഫ്രീഡം കണ്ടെത്തിയതാണ്. ഒരു ഓടക്കോലിലൂടെ ഇന്ത്യ മുഴുവൻ കറങ്ങാമെന്ന് ആ പുള്ളി. അപ്പൊ ഞങ്ങളിത് സംസാരിക്കുന്നുണ്ട് PM ആയിട്ട്. ഇത്തരം രീതിയിൽ ബുൾബുള്, ഹാർമോണിയം, തബല, പിന്നെ ഓടക്കുഴൽ, പാട്ട്, ആക്ടിങ് ഒക്കെ കൂടിയിട്ട് ലോകത്തിൽ ആര് വന്നാലും വെറുതെ ഓടക്കുഴൽ എടുത്ത് ഇന്ത്യ ചുറ്റാമെന്ന് വിചാരിച്ച് നാട് വിട്ടു പോവുകയും നാവി വരെ എത്തുകയും ചെയ്യുന്ന ഒരു PJ ആന്റണിയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബോർബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒതുക്കി കളയില്ല. ഈ ബേക്കറി എവിടെ വന്നാലും അപ്പച്ചൻ പോയിട്ട് ബേക്കറി ഇട്ടിരിക്കും, മക്കൾ പോയിട്ട് അതിൽ പെടണം. അപ്പോൾ ബേക്കറി ബ്രേക്ക് ചെയ്യുക, പള്ളി ബ്രേക്ക് ചെയ്യുക, ഇതിന്റെ ഭാഗമായിട്ട് തന്നെ
കൊച്ചിയിൽ സംഘാടനം തീക്ഷ്ണമാക്കുക. അപ്പോൾ ഏറ്റവും സൂപ്പർ നടന്മാർ മുഴുവൻ പീജാനെ കയ്യിലെടുക്കുന്നു. ഇങ്ങനെ വരുന്ന അതേ രീതി തന്നെയാണ് നമ്മുടെ അച്ചായനും ഫോളോ ചെയ്യുന്നത്. മുത്തയും മുതൽ ശങ്കരാടി ഗോവിന്ദൻകുട്ടി മുതലുള്ള കൊച്ചിയിൽ കിട്ടാവുന്ന പവൻ നടന്മാരാണ് ഇതിനെ മുഴുവൻ പീജാനെ സംഘടിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ക്യാമ്പുകളിലുള്ള പാട്ട്, കള്ളുകുടിച്ചുള്ള പാട്ട്, കവിത, ഇതൊക്കെ പീജാനിയുടെ ക്യാമ്പിലുണ്ട്. പച്ചാളത്തെ ക്യാമ്പിലുണ്ട്, അഞ്ചുമന ക്യാമ്പിലുണ്ട്. സെയിം സംഗതിയാണ് അതിനകത്ത് വരുന്നത്. ഞാൻ ഏതെങ്കിലും ക്യാമ്പിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ആ ലൈവ്നെസ് ഗ്രാമതലങ്ങളിൽ കിട്ടുന്ന ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഇത് നമ്മൾ സിറ്റിയിൽ കേന്ദ്രീകരിച്ച് കിട്ടില്ല. അത് ഭയങ്കര പോസ്റ്റ് ഇടുന്ന ആൾക്കാർ വരും, എക്സിക്യൂട്ടീവ്സ്, ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾ വരും. അപ്പൊ പിന്നെ നമ്മൾ കണ്ടെത്തിയത് അച്ചായൻ വർക്കിംഗ് ക്ലാസ്, ഈ മത്സ്യത്തൊഴിലാളികളും അന്തിക്കാട്ടുകാരനായ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് ആംഗിളാണ്. ഈ ചെത്തുതൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരത കൂടുതലുള്ള ആളുകളാണ്. ഒന്ന് ഇവിടുന്ന് അപകടം പിടിച്ച് മുകളിലേക്കാണ് പോകുന്നത്, ഒന്ന് ഇവിടുന്ന് അപകടം പിടിച്ച് കടലിലേക്കാണ് പോകുന്നത്, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലാണ് പോകുന്നത്. ഇങ്ങനെയും പോയി കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ മരണം സംഭവിക്കാവുന്ന, ഒരുപക്ഷെ കാട്ടിലുള്ളവർക്ക് പോലും ഇത്ര ഇതല്ല വരുന്നത്. ഇത് രണ്ടും ഭയങ്കര റിസ്ക് ടേക്കിംഗ് ആണ്. ഇവരെ രണ്ടുപേരെയും ഗ്രൂപ്പിന്റെ അകത്ത് എവിടെയെങ്കിലും ബന്ധപ്പെട്ട നാടകം ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര കരുത്തായിരിക്കും. അപ്പൊ കടൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും മത്സ്യത്തൊഴിലാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ വേറൊരു എനർജി. കാരണം കെടാമുകളൊക്കെ ഞാൻ പോയിട്ട് അനുഭവിച്ചിട്ടുണ്ട്, ശർമ്മയുടെ അവിടേക്ക് പോയി. കാരണം പങ്കായെടുത്തിട്ടുള്ള ഭയങ്കരന്മാരാണ്. നൃത്യവും മത്സ്യം നമ്മൾ ആവശ്യമില്ലെങ്കിലും കഴിച്ചിരിക്കണം. പട്ടച്ചാറായും തരും, ചെത്തുകളിൽ പറഞ്ഞാൽ കൊണ്ടുവരും. എന്നിട്ട് ആഘോഷിച്ചിട്ടാണ് കാര്യങ്ങൾ. അത് ലിവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അവിടെ. അപ്പോ ഈ ആഘോഷത്തിന്റെ അകത്ത് ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് ചാടുക ചെയ്യുന്നത്. അച്ചായൻ പറയും, എനിക്ക് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനും പ്ലേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യകാലങ്ങളിൽ നിന്ന് നാടകം ഗ്രാമങ്ങൾ വായനശാലകളിൽ നിന്ന് മാറി 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 കഴിഞ്ഞൊരു 10-15 വർഷം പരിശോധിച്ചാൽ മുഴുവൻ കോർപ്പറേറ്റ് രീതിയിലാണ് മാറി. കൃത്യമായിട്ടും ഭയങ്കര സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇറക്കിയിട്ട് എല്ലാവരും അത് മാനേജ്മെന്റ് സ്കില്ലാണ്. അതിനകത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കും. ഫിലിം പ്രൊഡക്ഷൻ പോലെ തന്നെ ഭയങ്കര അധികം സംസാരിക്കലൊന്നും ഇഷ്ടപ്പെടില്ല. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. ഡയറക്ടർ പറഞ്ഞേക്കും. സിനിമ ഡയറക്ടർ വരുന്ന മൂഡിലാണ് വരിക. അച്ചായൻ നേരെ തിരിച്ചാ. ആളാദ്യം തന്നെ തറയിലിരുന്നുണ്ടാവും. പിന്നെ വരുന്ന നടന്മാർക്ക് തറയിലിരിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഡയറക്ടർ നേരെ വന്ന് ഇരിക്കുകയാണ്, ബാക്കിയുള്ളവർ ഇങ്ങനെ ഇരിക്കണം. പിന്നെ അച്ചായനായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കളരി പ്രസ്ഥാനമൊക്കെ വരുന്നതിനൊക്കെ ഭയങ്കര പുച്ഛിച്ചിട്ടാണ് അച്ചായൻ. ജി ശങ്കരപ്പിള്ള, ഈ കാവാലകി, അത് പീജാനിയും പറഞ്ഞിട്ട്, പീജാനിയുടെ 70കളിൽ നോക്കിയാൽ കളരി പ്രസ്ഥാനം വന്ന് ഇയാൾ മൈൻഡ് ചെയ്യാറില്ല. അവരുടെ ഒരു കളരിയിലും പോയിട്ട് നാടകത്തെ കുറിച്ച് പീജാനിക്ക് ഒരു ടോക്ക് കൊടുക്കാൻ ഒരു ശങ്കരപ്പിള്ളിയോ ഇയാളോ ശ്രീകണ്ഠൻ നായരോ ഗുപ്തൻ നായരോ കാവാലോ വിളിച്ചിട്ടില്ല. ഭരതവാട് കിട്ടിയിട്ട് പോലും വിളിച്ചിട്ടില്ല. കാരണം ആ തുപ്പൽ പേടിക്കുന്നതാണ്. നിർമ്മാല്യത്തിൽ തുപ്പല് ചിലപ്പോ ഈ ക്യാമ്പിൽ ഈ ആചാര്യന്മാരുടെ മേലെ തുപ്പിയിട്ട് അയാൾ ഇറങ്ങിപ്പോവും. സുരാസു അതിന് മുമ്പ് തുപ്പിയതുകൊണ്ടാണ് അത് MT എടുത്തതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുരാസു വിശ്വരൂപത്തിൽ ജനങ്ങളെ നോക്കി തുപ്പുന്ന ഒരു സാധനം, അത് 71 വന്നതാണ്. അപ്പൊ അത് കാണുന്ന MT അടക്കം ടീം പ്രൊവൊക്കെയാണ് ആ ഇൻഫർമേഷൻ. ആ തുപ്പൽ വിഗ്രഹത്തിലേക്ക് ആക്കിയെന്ന് മാത്രം കൃത്യമായിട്ട്. ഇതേപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വരുന്ന PM-നും ഇതേ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അധികം എഡ്യൂക്കേറ്റഡ് ആളുകളുടെ കൂടെ നീങ്ങുമ്പോൾ പോലും സാധാരണക്കാരെ കിട്ടിക്കഴിഞ്ഞ് ഉടനെ ക്യാമ്പ് ലൈവാക്കുന്നതും അതിനനുസരിച്ചുള്ള ഒരു രീതിയുണ്ട്. ഈ രീതി സമരമായിട്ട് ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിൽ നിന്ന് നക്സലൈറ്റ് മൂവ്മെന്റുകളും അതിന്റെ വഴുതിപ്പോക്കും അത് പാർലമെന്റേറിയൻ തലത്തിലേക്ക് പോകുന്ന പെരിയനും പിളറിലൊക്കെ ആയിട്ട് വരുന്നിടത്ത് ഡയറക്റ്റ് ആയിട്ട് നക്സലൈറ്റ് ഒന്നുമില്ല. PM-ന്റെ നമ്മുടെ ഡോക്യുമെന്ററിയിലും പറയുന്ന ഇന്റർവ്യൂ ഉണ്ട് ഈ വീട്ടിലൊക്കെ വെച്ച്. ഞാൻ നക്സലൈറ്റ് മൂവ്മെന്റ് ആയിട്ട് യാതൊരു ഡയറക്റ്റ് കണക്ഷനും ഇല്ല. പക്ഷെ നക്സലൈറ്റുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ചുഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ എന്നുള്ളൊരു നാടകം അജിത ആയിട്ട് മറ്റേ വർഗീസ് വാദമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നൊരു വാർത്തയുടെ പ്രചോദനം കൊണ്ടാണ് ഈ പുള്ളി എഴുതിയിട്ടുള്ളത്. ഇവിടെ ചുഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ, പിന്നെ അഗ്നിയാസ്ത്രം അതിനെ തുറന്നു, അത് അഗ്നിയാസ്ത്രാക്കി, പ്രൊമറ്റ്യൂസ് അഗ്നി പകർന്ന് അഗ്നികവാടാക്കി, ഇങ്ങനെ ഡെവലപ്മെന്റ് ആണ്. ഇതില് ഈ രണ്ടാമത് എഴുതിയ നാടകം തന്നെ നോക്കും. ഈ ഇരുമ്പുപാലത്തിന്റെ അവിടെ ഡെയിലി വന്നിരിക്കുമ്പോൾ പഴയ കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഓർക്കാൻ പറ്റും. എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനത്. അവിടെ 80 വയസ്സുള്ള ഒരു വൃദ്ധനെയൊക്കെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളൊക്കെ ഓടിപ്പിച്ച് സമ്പത്തൊക്കെ പിടിച്ചു പറ്റിയിട്ട് അയാൾ പുറത്താക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പിച്ചും പേയും പറഞ്ഞ് ജീവിക്കുന്നൊരു ലൈഫ് കാണുന്നുണ്ട്. ആ വയസ്സനായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ എനർജിയിൽ നിന്നാണ് ഈ ഒഴുക്കിലോളങ്ങൾ എഴുതിയിട്ടുള്ളത്. ഈ ഇരുമ്പുപാലത്തിനോട് സാധാരണക്കാരെ കൂടെ വന്നിരിക്കുക എന്നുള്ളത് അന്നേ ഉണ്ട് രചയിതാവ് എന്നുള്ളത്. അപ്പൊ ആ ലൈഫ് എടുത്തിട്ടാണ്. ഇനി ഏറ്റവും രസകരമായ കമ്പാരിസൺ നോക്കിയാൽ PJ ആന്റണി ബാലസംഘം ലീഡറായിരിക്കുന്നു. അമ്മാവനെതിരെ ആദ്യത്തെ കലാപം അഴിച്ചുവിട്ടത് സ്വന്തം അമ്മാവനെതിരെ. അത് സാമൂഹ്യ സേവാ സംഘം
വായനശാല. അതിന്റെ MD ആണ് അമ്മാവൻ. ഇവരൊരു നാടകം എഴുതുമ്പോൾ അതിൽ ചില നാടക സ്ക്രിപ്റ്റ് സമ്മതിക്കാതിരിക്കും. അന്തോണി എന്നുള്ള PM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്തോണി എന്നുള്ളത്, ഇവര് എങ്ങനെ ആരുടെ ബന്ധവും നമുക്കറിയില്ല. അന്തോണി എന്നുള്ളൊരു നടനെ ഈ അമ്മാവൻ പുറത്താക്കുന്നതിനത് ബാലസംഘം ലീഡേഴ്സ് ആയിട്ടുള്ള ടീം അന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയ അമ്മാവന്റെ വീട്ടിലേക്ക് 10, 15, 16 വയസ്സ്, അതായത് തുമ്പയും കമ്മ്യൂണിസ്റ്റ് പച്ചയാണെന്ന് എടുത്തിരിക്കും. ഇത് പറിച്ചിട്ടാണ് പ്രതിഷേധം. സെയിം സാധനമാണ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ പീജാനി നാടകം. ഭയങ്കര സാമ്യം വരും. ഈ അമ്മാവനെതിരെ ഈ റിവോൾട്ട് ചെയ്ത സംഭവം തന്നെയാണ് ഈ സെയ്ത്താൻ ജോസഫിന്റെ വീടിന്റെ മുമ്പിലും ചെയ്തത്. സെയ്ത്താൻ ജോസഫിന്റെ ട്രൂപ്പിന്റെ മുമ്പിൽ ഈ തിരുവാടം കളിക്കേണ്ടി വരും. അഗ്നേയാസ്ത്രം പോലുള്ള തിരുവാടം. സെയ്ത്താൻ കടലിന്റെ മക്കള്, അച്ചായന്റെ ഭാഷയിൽ പറഞ്ഞ പണി മുഴുവൻ നമ്മള്, ക്രെഡിറ്റ് മുഴുവൻ ആൾക്ക്. കടലിന്റെ മക്കള് പണിയൊക്കെ എടുത്തു കൊടുത്തു. അപ്പൊ അവിടെ ആ ക്യാമ്പിൽ നിന്ന് PM പലപ്പോഴും സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അതിനകത്ത് കുറെ ആവശ്യമില്ലാത്ത ചേരുവകൾ ചേർക്കാൻ പറയും. ഇരുട്ടിന്റെ സന്തതിയിൽ നിന്ന് ആദ്യം എഴുതിയൊരു ചെറുനാടകമാണ് ഈ കടലിന്റെ മക്കളായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ കച്ചവടം പറ്റില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങിപ്പോകും. ആ സമയത്ത് നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ബാസുരേന്ദ്രാബു ഒക്കെ നേരത്തെ ഇദ്ദേഹമായിട്ട് ആലപ്പുഴക്കാരനാണ്. അപ്പൊ ആള് വന്നിട്ട് PM-നോട് പറയത്തില്ല, നീ അങ്ങനെ വിടല്ലേ, അത് അവിടെ ചെയ്യേ. അപ്പൊ വീണ്ടും ആള് സ്ക്രിപ്റ്റായിട്ട് വരും. അങ്ങനെ ഒരു കണക്കിന് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ 78, 79 പീരീഡിൽ ഈ സംഗതി ഉണ്ടാകുന്നത്. 77, 78 പീരീഡാണ് ഫസ്റ്റ് പ്രൊഫഷണൽ നാടക മത്സരത്തിൽ വരുന്നത്. അതിന് അവാർഡ് കിട്ടും. ഇതേ സെയ്ത്താൻ ജോസഫിന്റെ ഈ ട്രൂപ്പിന്റെ മുമ്പിൽ അഗ്നേയാസ്ത്രം തിരുവാടായിട്ട് കളിക്കും. അഗ്നികവാടൊക്കെ എന്താ പ്രശ്നം വെച്ചാല് നക്സലൈറ്റുകളായിട്ടുള്ള കണക്ഷൻ വന്നു. പച്ചായം പറഞ്ഞു, ഞാൻ വേറൊരു സംഘടിത ശക്തിയെ ഇപ്പൊ കാണിച്ചു തരാടാന്നുള്ള രീതിയിൽ. നീ പള്ളി നാടകം എഴുതിയിട്ട് നീ കച്ചവടം ചെയ്ത് നടക്കും, അപ്പൊ ഞാൻ തെരുവിൽ ഇറങ്ങിയിട്ട് ചില പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് അന്ന് ചിന്തിച്ച് സൈക്കിള്, ആളെ ഏറ്റവും വലിയ ഫ്രണ്ട് സൈക്കിളാണ്. സൈക്കിളൊന്നും തന്നെ ചെയ്തു പോയിട്ട് നാടകം കളിക്കണം, പലയിടത്തും കളിക്കണം. ഈ ഒരു സ്വഭാവം ഇത് വരുന്ന പീരീഡ് നേരത്തെ പറഞ്ഞ ഈ 78, 79 പീജാനി മരിക്കുന്ന 79 മാർച്ച് 14 ഏകദേശം ആ പീരീഡുകളിലാണ് അതൊക്കെ സംഭവം. ഈ വയനാട് ബേബി വരുന്നു, സോമരാജ് വധക്കേസ് വരുന്നു, അതൊക്കെ പിന്നെ ചൂഴ്ന്നെടുത്ത് അതിനകത്ത് പോയി കഴിഞ്ഞാൽ വലിയ പാടാ. നമ്മള് ആ സ്ത്രീനൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ അത് സംസാരിക്കാൻ സമ്മതിച്ചില്ല, എന്നാലും അതൊക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. ചെറിയ എന്താണ് ഈ പ്രതികളാക്കപ്പെട്ട ആളുകൾ അതിനകത്ത് PM പറയുന്നത് അതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻ നടന്നുണ്ട്. അതൊക്കെ പറഞ്ഞ മേൽ പ്രകോപനായിരിക്കും. അതിനകത്ത് ഈ ബാസുരേന്ദ്രാബു പോലുള്ള ആളുകളൊന്നും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്ലാനിങ് ചെയ്ത ആൾക്കാർ അവരാണ് അവിടെ. സാധാരണ നിരപരാധികളാണ് 24 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. PM അപ്പുറത്ത് നാടകം കളിക്കും. ഇവിടെയുള്ള വാസുട്ടി മറ്റേ ബാബു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പെടുന്നത്, ഒരാൾ ടൂർ പോയിരിക്കുന്നത്, അയാള് ആണ് അതിലത്തെ പ്രതി. ഇതൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ്. ആ സമയത്തിന് വേറെ ഡാറ്റ പറയുന്നത് വെച്ചാൽ അന്ന് ഏഴാംശ്ശേരി രാമേന്ദ്രൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് സോമരാജിനെതിരെ. ദേശം അതിന്റെ വന്നിട്ട് ജനകീയ വികാരം ആളിപ്പടർത്തിക്കൊണ്ട് അവരിൽ നിന്ന് ഉന്മൂലന സിദ്ധാന്തം നക്സലൈറ്റുകൾ വേറൊരു പദ്ധതിയേക്ക് മാറ്റുന്ന മറ്റു രീതിയിലുള്ള ഉന്മൂലന സിദ്ധാന്തമൊക്കെ പരാജയപ്പെട്ടു. ഈ നേതാക്കന്മാർ പോയി കൊല്ലില്ല. അപ്പൊ തിരിച്ചാണ് ഗറില്ലകളുടെ യഥാർത്ഥ ഉന്മൂലന സിദ്ധാന്തം ജനങ്ങളാൽ ഏറ്റെടുക്കപ്പെടണം എന്നുള്ള, അതുകൊണ്ട് ജനകീയ വികാരമുള്ള സ്ഥലത്ത് പോയിട്ട് നുഴഞ്ഞു കയറി ഓർഗനൈസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്തത്. ഇങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി പോകുന്നത്. അപ്പൊ അതിനകത്ത് നാടകപ്രവർത്തനം തെരുവുനാടകമായിട്ട് ബന്ധപ്പെട്ട PM ആന്റണീനെ അവർ കൃത്യമായിട്ട് സാംസ്കാരിക വേദിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാക്കുന്നു, കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴും അച്ഛൻ പറയുന്നത്, ഞാൻ ഇതിനേക്കാളും വലിയ പൊളിറ്റിക്സ് ഇതിനു മുമ്പേ എന്റെ നാടകത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു റബൽ രൂപപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ പൊൻകുന്നം ഇറക്കിയ ആ 25കളിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള സമയത്ത് പള്ളിക്കെതിരെയും ഭരണകൂടത്തിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഐക്യ കേരളം വന്നതിന് ശേഷമുള്ള നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരികയും കുറച്ചുകൂടി തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുള്ള പീരീഡുകളുടെ ഒരു ഫോളോ അപ്പിലാണ് ഈ PM ആന്റണി. ഇനി ഇതും കൂടി പറയുമ്പോൾ വേറെ കാര്യം പറയാതെ വയ്യ. 62 ദൈവവും മനുഷ്യൻ എന്ന് പറഞ്ഞ പീജാനിയുടെ ഒരു ഉഗ്ര നാടകമുണ്ട്. പള്ളിയൊക്കെ അന്ന് വേണമെങ്കിൽ പൊള്ളുന്ന സാധനം വെച്ചിരിക്കുന്നത് മിണ്ടിയിട്ടില്ല. ഈ 6-ാം തിരുമുറിവ് വരുന്നതിന്റെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ്. ബിഷപ്പ് കുണ്ടുകുളത്തിന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ഡോളർ വരുന്നുണ്ട്. PP സിംഗ് കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ CBI എൻക്വയറി ഓഡിറ്റിംഗ് ചെയ്യാൻ പറയുന്നു. 87 ഇലക്ഷൻ വരുന്നു. കുണ്ടുകുളത്തിന് ഒരു എര വീണ് കിട്ടണം കുഞ്ഞാടുകളെ പുറത്തേക്ക് ഇറക്കാൻ. സമയത്ത് ഇവിടെ റിഹേഴ്സൽ നടന്നിട്ട് ആകെ 10 പോസ്റ്ററോ മറ്റോ ചായക്കടയിൽ വെച്ചിട്ടുള്ളതെന്നാണ് PM പറയുന്നത്. ആ പോസ്റ്ററിൽ പ്രധാന മുദ്രാവാക്യം പറയുന്നത് ക്രിസ്തു ദൈവപുത്രനല്ല, ബറാബാസ് കള്ളനല്ല, മഗ്ദല മറിയം വേശ്യയല്ല, യൂദാസ് ഒറ്റുകാരനല്ല. ഇങ്ങനെയുള്ള സംഗതികൾ വെച്ച് 4 പോസ്റ്ററോട് വരുമ്പോഴേക്കും പള്ളിപ്പട അവിടെ ഇറങ്ങി സംഭവം നീക്കുന്നു.
എന്നിട്ട് ആൾ പറയുന്നതിൻ്റെ അകത്ത് വേറൊരു കഥാപാത്രം കൊടുന്ന് കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതാരാണ്? സെയ്ത്താൻ ജോസഫ്. അഞ്ചാം മുദ്രയായിട്ട്, അഞ്ചാമത്തെ മുറിവായിട്ട്, ക്രിസ്തുവിന്റെ അഞ്ചാം മുറിവായിട്ട് നടക്കുന്ന സെയ്ത്താൻ വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ കുഞ്ഞാടുകൾ ഇറക്കി പണിയെടുക്കാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ആ പണി കരുണാകരനെ കൊള്ളും. ആ കൊണ്ടു കഴിഞ്ഞാൽ കരുണാകരൻ ഉടനെ എന്ത് ചെയ്യും? ഇന്നലെ വരെ ശ്രദ്ധിക്കപ്പെടാത്ത പി എം മാന്യനെ അടക്കം എന്ത് ചെയ്യും? കൂട്ടത്തിൽ സോമരാജ് വധക്കേസൊന്നും അത് പി എമ്മിനൊക്കെ വേണമെങ്കിൽ പുറത്തു വരാവുന്ന ഒരു സംഭവമാണ്. ശിവക്ക് പറഞ്ഞ പോലെ അയാൾ ഫൈറ്റ് ചെയ്തില്ലൊന്നുമല്ല. 85 വിധി വരുമ്പോൾ ജോൺ മാത്യു എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഈ വിധി 6-ാം തിരുമുറി വിധി ഏറ്റെടുക്കുകയാണ്. ജസ്റ്റിസ് ശിവരാമന്റെ കൺട്രോളിൽ നിൽക്കുന്ന വിധിയെ ജോൺ മാത്യു അടിച്ചു മാറ്റിയാണ്. പള്ളിയാണ് അതിന്റെ പുറകിൽ കളിച്ചത്, കുണ്ടുകളാണ്. സുകുമാരൻ പലതും നമ്മളിതിൽ ശിവരാമൻ എന്ന് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ശിവരാമൻ എന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റിസ് സുകുമാരൻ എന്ന് പറഞ്ഞത് പി എം. പക്ഷെ ഈ വക്കീലുമാരുണ്ടല്ലോ, കേസ് വാദിച്ചവര് ശിവരാമൻ എന്ന് പറയുന്നത്, പി എമ്മും നമ്മുടെ വീട്ടിലിരുന്ന് പറയുന്നതിന് ശിവരാമൻ എന്ന് പറയുന്നുണ്ട്. പോട്ടെ, അത് വക്കി. പക്ഷെ ഈ ജോൺ മാത്യു എന്ത് ചെയ്തു പറയും? കൃത്യമായിട്ട് അയാൾക്ക് 20 വർഷമായി ജീവപര്യന്തമാക്കി മാറ്റിയത്. അതുവരെ 6 മാസത്തിൽ നിൽക്കേണ്ട ബാക്കി 10-14 പേര് ജീവപര്യന്തത്തിലാണ് ഓൾറെഡി. ഇയാൾക്ക് മോറൽ സപ്പോർട്ടുണ്ട്, സാഹിത്യകാരന്മാരുടെ സപ്പോർട്ടുണ്ട്, ഭയങ്കരമായ മൂവ്മെന്റ് ഉണ്ട്. സനൽ ഇടമറുക് മാത്രമല്ല, ഓൾ വേൾഡിന്റെ തലത്തിൽ ഇടമറുകന്റെ ലേഖനം കേരള ശബ്ദത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഓൾ വേൾഡ് ലെവലിൽ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിലുള്ള ഒരു കരുണാകരന് മേൽ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. അത്രയും കത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ജോൺ മാത്യു എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് ഇയാൾക്ക് ജീവപര്യന്തം വെച്ചു. അപ്പോഴും പള്ളിക്കെതിരെ ഫൈറ്റ് ചെയ്ത ഒരാളെന്നുള്ള എനിക്ക് വന്നിരിക്കും. ഇങ്ങനെ ഭയങ്കര ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാല് പി എം നേരത്തെ പറഞ്ഞ പോലെ യൗവനം സൂക്ഷിച്ചു എന്നുള്ളതാണ് അവസാനം. ഈ ജോൺ അബ്രഹാമൊക്കെയാണ് അതിന്റെ പുറകിലുള്ള സംഭവം. എളുപ്പമൊന്നുമല്ല. ജോൺ അബ്രഹാം മൂലധനം നിഷേധിച്ചിട്ട് അമ്മ അറിയാനായിട്ട് ഇറങ്ങി വരുന്നതോ, കാളരാത്രിയായിട്ട് വന്ന് വാടക വീട്ടിൽ താമസിച്ച് മരിക്കേണ്ടി വരുന്ന അനാഥ ഇതുപോലെ മരിക്കേണ്ടി വരുന്ന പി ജെ ആന്റണി പോലുള്ളവരും, പെട്ടെന്ന് അപ്പുറത്തെ സുഖവാസ കേന്ദ്രത്തിൽ എത്തുന്ന വിപ്ലവ നായകന്മാരും, ഇപ്പൊ ചുള്ളിക്കാടടക്കം ഒരു ചുളുപ്പില്ലാണ്ട് പോയിട്ട് സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ ന്യായീകരിക്കുന്നത്, ഈ കെ വേണു പോലുള്ളവർ പോയിട്ട് UDFന്റെ പാനലിൽ നിൽക്കുന്നത്, ഇതിനൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയിട്ടാണ് ഈ പി എം മാന്യ പറയും. അവസാനം ഞാൻ കേട്ടിടത്തോളം അങ്ങാടിപ്പുറം ബാലകൃഷ്ണന്റെ ഡോക്യുമെന്ററി ഉദ്ഘാടനം ഞാൻ പി എം മാന്യനെ സത്യനോടേശ വിളിക്കുന്നു. അവിടെ വെച്ച് പറഞ്ഞ ഒരു വളരെ എണ്ണി ആളുകളുടെ പേര് പറഞ്ഞിട്ട് പി എം മാന്യ പറഞ്ഞത്, അന്ന് ജനകീയ വിചാരണയ്ക്ക് നേതൃത്വം കൊടുത്ത പലരെയും ഇന്ന് തെരുവിൽ ജനകീയ വിചാരണ ചെയ്യേണ്ടതുണ്ട്. അതിൽ സിവിക്കിന്റെ പേരും കെ വേണുവിന്റെ പേരും അടക്കം പി എം മാന്യ തുറന്നു പറഞ്ഞു എന്ന് പറയും. അതിന്റെ കാലമായി മക്കളെ എന്ന് പച്ചയ്ക്ക് പറഞ്ഞു എന്നുള്ളതാണ്. സത്യനോടേശയുടെ വേണുവിന്റെ ആൾക്കാർ ഭയങ്കര ചൂടാവിലൊക്കെ ഉണ്ടായി എന്ന് പറയും. ഇങ്ങനെ ഒരു നിലയ്ക്കും കോംപ്രമൈസ് ചെയ്യാത്തൊരു മനുഷ്യനാണ്. നമ്മൾ അപ്പോൾ തന്നെ കമ്പയർ ചെയ്തു. ഞാൻ എറണാകുളത്തെ അനുസ്മരണത്തിൽ പറഞ്ഞു, ഇവിടെ ജോസ് ചെറുമ്പിൽ വന്ന് എന്തുണ്ടായി? പെട്ടെന്ന് ഡോളർ കണ്ടപ്പോൾ അതിലേക്ക് വീട് പോയി. പി എം മാന്യ വീഴില്ല, പി ജെ ആന്യ വീഴില്ല. ഇവരെയാണ് നമ്മൾ ആർജിക്കേണ്ടത്. ഒന്നുകിൽ ലക്ഷക്കണക്കിന് ദുരിതം അനുഭവിക്കുന്ന ഗ്ലോബലൈസേഷൻ ന്യായീകരിച്ചുകൊണ്ട് വേണുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് ഇങ്ങനെ അമ്മാനമാണ്, സൈദ്ധാന്തികമായി അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിയറട്ടിക്കൽ മജീഷ്യനാണ്, ചെപ്പും പന്ത് കളിക്കുന്ന ആള്. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് പി എം പോലുള്ളവരോ പി ജെ പോലുള്ളവർ എടുക്കുന്നത് ഒന്നുകിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പേര് ദുരിതം അനുഭവിച്ച് തൊഴിൽ രഹിതരാകുന്ന, തെരുവിൽ അനാഥരായിട്ട് യുദ്ധത്തിനിരയായിട്ട് വീഴുന്നോടത്ത് നമുക്ക് തെരുവിൽ കിടന്ന് മരിച്ചാൽ എന്താ പ്രശ്നം? അയ്യപ്പണ്ണന് യാതൊരു പ്രശ്നമില്ലല്ലോ തെരുവിൽ കിടക്കാൻ. കവിത്വമുണ്ട് പി എം മാന്യയിൽ. അതുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുക്കുന്നത്. നാടകാന്തം കവിത്വം എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവിതം കവിയായിരിക്കുന്നിടത്തോളം, അത് സത്യസന്ധമായിരിക്കുന്നിടത്തോളം ഇന്ന് ലോകത്തിൽ ഭൂരിഭാഗം പേരും തെരുവിലാണ്. ഇന്നും നാളെയും നമ്മളും ആകും. മുല്ലപ്പെരിയാറ് പൊട്ടാതിരിക്കാം, എന്നാലും ചിലപ്പോൾ സംഭവിക്കാം. സുനാമി വരാം. നമ്മളൊക്കെ നമ്മുടെ സിസ്റ്റം ഒക്കെ പൊട്ടും കഴിഞ്ഞു. അപ്പൊ അതാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഗ്രാമീണ നാടകവേദി, അല്ലാണ്ട് അഭിനയ ഗ്രൂപ്പോ രംഗജാതിനെയോ മറ്റും പറഞ്ഞ പോലുള്ള വലിയ ഇപ്പൊ ഡൽഹിയിൽ പോയി പാരസി പോയി ഒരു കാര്യമില്ല. ഇവിടെ നാടകമുണ്ടോ? നല്ല കാര്യമുള്ളൂ. പി എം പറയുന്ന കാര്യങ്ങളത്, നമ്മൾ പറയുന്ന കാര്യം. ഇങ്ങനെയാണ് ഞങ്ങൾ പങ്കുവയ്ക്കാറ്. അങ്ങനെ പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അവസാനം 12 മണിക്കൂറോളം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന, ആ ഷൂട്ട് ചെയ്ത് പി എം മാത്രമുള്ള പോർഷൻ 36-ൽ 12 മണിക്കൂർ പി എം ഉള്ള പോർഷൻസ് ആണ്. അതിൽ തന്നെ ഇവിടെ തന്നെ 5-6 മണിക്കൂറിന്റെയാണ് നമ്മൾ ആലപ്പുഴ മാത്രമുള്ളത്, എറണാകുളമുള്ളത്. പിന്നെ സിവിക്ക് മുതൽ എല്ലാവരായിട്ട് ഇന്റർവ്യൂ ചെയ്ത് പോകുന്ന മധുമാഷ് മുതൽ വേറെ കിടക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കുന്നൊരു മനുഷ്യൻ
അതിന്റെ ഒരു ഇൻസിഡന്റ് തന്നെ PM പറഞ്ഞ് നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട്. അതായത് കടലിന്റെ മക്കൾ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞുള്ളൂ, എന്തോ പേര് പറഞ്ഞില്ല, നമ്മൾ ഉദയാകാം അപ്പച്ചനാകാന്ന് വിചാരിക്കുന്നു. പ്രേമനസീറിനെ നായകനാക്കിയിട്ട് കടലിന്റെ മക്കൾ ചെയ്യുന്ന പ്രോജക്റ്റ് ആയിട്ട് വന്നു. അവാർഡ് കിട്ടിയ സമയത്ത് ഈ സൈത്താൻ ജോസഫ് പൊഴിക്കാണ്. ഉടനെ PM പറഞ്ഞു, അല്ല ഈ നെയിൽ പോളിഷും വിഗൊക്കെ വെച്ച് അഭിനയിക്കുന്ന കടലിന്റെ മക്കളുണ്ടല്ലോ, അതല്ല എന്റെ ഈ ഇത് സിനിമയാക്കുമ്പോൾ കടലിന്റെ മക്കൾ തന്നെ ആയിരിക്കണം. ഷീലേനെ കൊടുന്ന് അപ്പുറത്ത് വെച്ചാൽ ചെമ്മീൻ അപ്പുറത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്, പ്രചോദനം തോന്നുന്നു. അപ്പൊ ആ ചെമ്മീൻ വെച്ചിട്ട് വേറെ തലത്തിൽ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെന്റിമെന്റലാക്കാന്ന് വിചാരിച്ച് കേസ് എടുക്കില്ല എന്ന് പറഞ്ഞു. നിരന്തരം പ്രഷർ കൊടുത്തപ്പോ ആ പ്രൊഡ്യൂസർ ഓടിപ്പിച്ചു. അന്ന് പ്രൊഡ്യൂസർ ഓടിപ്പോയി. 2000 അച്ചായനെ തേടിയിട്ട് സീരിയലിന് അഭിനയിപ്പിക്കാൻ ആ വേഷരൂപം കണ്ടപ്പോ മാർക്കറ്റ് ചെയ്യാൻ എഴുതിയിരുന്നപ്പോ അച്ചായൻ പറയാ, അന്ന് ഞാൻ പ്രൊഡ്യൂസർ ഓടിപ്പിച്ചു, ഇന്ന് ഈ പ്രൊഡ്യൂസറും ടീമും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടുകയാണ്. തുമ്പോളി കടപ്പുറം വഴി ഞാൻ മുങ്ങുന്നു. ആ രൂപം, ആ വൈറ്റ് താടി നല്ല രസം കാണാനേ. അതിങ്ങനെ വെച്ച് 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 കൊത്തിപ്പറിക്കാലോ. പിന്നെ എന്തുമാത്രം ബുദ്ധിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പുള്ളി തല വെച്ച് കൊടുത്തില്ല. അത് നിലപാടാ, എളുപ്പമല്ലത്. അത് നോക്കി ഇനി ആ ഫയർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. സ്റ്റാലിൻ കഴിഞ്ഞ ആള് ഒരു സാധനം കൈമാറിയിട്ടുണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ. അതിലേക്ക് എത്തുന്നതിന്റെ സംവാദങ്ങൾ പരിശോധിച്ചാൽ ചേർപ്പ് സംവാദം മാത്രമല്ല, പലയിടത്തും നാടക ഗ്രൂപ്പിനെ അന്വേഷിച്ച് നടന്നതെന്ന് ഞാനൊരു ദിവസം വെറുതെ ഒരു തട്ടി പാവലോ കോയിലോടെ ആൽക്കമിസ്റ്റ് വായിക്കി. ഇവിടെയുള്ള നിധി കാണാതെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ഷൂട്ടിന് നമ്മുടെ ഇവര് സഹകരിച്ച് കണ്ടപ്പോഴാണ് പലരും പറയുന്നുണ്ട് അച്ചായനോട് പോയതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഡോക്യുമെന്റിൽ പറയും. അപ്പോ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവര് പറയും അച്ചായൻ തിരിച്ചു വരണം. കാരണം ആ ബീച്ചിൽ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോകും. എത്രയോ പേര് ഇന്ന് ഓടി കളിക്കണത് നമ്മൾ ക്യാമറയിലൊക്കെ പെട്ടുണ്ട്. ആ കുട്ടികളും അവരുടെ അടുത്ത തലമുറയും ഒക്കെ വഴിതെറ്റുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചായൻ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് അവര് പറയുമ്പോൾ ഞങ്ങൾ പറയും അച്ചായൻ എവിടെ ഈ ആലത്തൂരും കണ്ണൂരും തിരുവനന്തപുരം ഏത് കോപ്പില് നാടകം വെച്ച് നടക്കും. പഴയകാല കഥ പറഞ്ഞ് കള്ളു മേടിച്ചെന്ന് നിങ്ങളെ ഓട്ടയാക്കി വിടുവര്. ഒരു 2 പേരുള്ള നാടകം പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല. ചേർപ്പിൽ നമ്മൾ ചെയ്തതിന് ശേഷം പോലും ചേർപ്പിൽ പിന്നെയും നടന്നിട്ടില്ല സ്റ്റാലിനൊക്കെ. കാരണം അത് അത്ര എളുപ്പമല്ല, ഡീസെൻട്രലൈസ് ചെതറിപ്പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് പാവലോ കൊയിലെ വായിക്കുന്ന സംഭവം. കറക്റ്റ് ചെയ്തു. അത് മഹാ അത്ഭുതകരമായ കാര്യം. ആ പുന്നപ്ര വേലാറ നാടകം കൃത്യമായിട്ട് അത് ഏൽപ്പിച്ചു സൂര്യകാന്തിയെ. സ്റ്റാലിൻ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. 50ഉം 5ഉം കോടിയൊക്കെ ഇവിടെ ചെലവാക്കുന്ന പ്രൊഡ്യൂസർമാർ പിന്നെ അലറക്കുന്ന കാലത്ത് 5 ലക്ഷം രൂപ. ഞാൻ അച്ഛനോട് ചോദിച്ചു, മാളയിൽ വലിയൊരു മില്യണയർ ടീമുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഫാമിൽ പോയിട്ട് 2 മീൻ പൊരിച്ച് തിന്നെ പോലും പറ്റാലോ. ട്രാപ്പാ. ഈ കാര്യത്തോട് ക്രിയേറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ സുരേഷ് മാഷ് പറഞ്ഞ പോലെ 5 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ കള്ളു മേടിച്ചരാം. നമുക്ക് പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞിരിക്കാം. അച്ചായൻ പോലും തോറ്റുപോയി. 5 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ പറ്റും. അവസാനം തൃശ്ശൂരിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ 4 ലക്ഷം. അന്നാ ഞാൻ 1 ലക്ഷം ആലപ്പുഴ ഉണ്ടാക്കാം. ക്യാമ്പൊക്കെ ഇട്ട് ഈ നാടകയാത്രയിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നാടകം ചെയ്യുന്നുണ്ട്. പ്രിയൻ ചെയ്യുന്ന നാടകം ഒക്കെ കളിക്കുന്നുണ്ട്. മാള വരെ സഹയാത്രി കളിക്കുന്നുണ്ട്, നായനരൻ കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഊർജത്തെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ടെലിഡ്രാമ അത് 40-50 പേര് വരുന്നതാണ് ഈ 2 ക്യാമറ വെച്ചിട്ട് ചെയ്യണത്. കാരണം ഈ 40-50 പേരെ വെച്ച് ഒരു കളി ചെയ്യാമെന്നല്ലാതെ ഡ്രാമ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്തെടുക്കുക, നിലപാട് വ്യക്തമാക്കുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതൊഴിച്ച് അച്ചായൻ എഴുതിയ എല്ലാ നാടകാവതരണങ്ങളും കൃത്യമായിട്ടും മെറ്റീരിയലൈസ് ചെയ്ത് യാഥാർത്ഥ്യമായി എന്നുള്ളത്. അത് പകുതിയായുള്ളൂ. പക്ഷെ അറബിക്കടലിൽ നോക്കൂ, തെരുവ് നാടകം ഏൽപ്പിച്ചു സൂര്യകാന്തിയെ. ഇനിയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകും. ഇതിന് സംഘാടനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ ആളില്ലല്ലോ. രാഷ്ട്രീയം പറയുന്നു അമേരിക്കൻ വിരുദ്ധ നാടകങ്ങൾ ആര് ചെയ്യുന്നു? ഇത് ഉണ്ട്. ഇതില് സംഘാടകർ ലൈവ് ആണോ അല്ലേന്ന് ഇപ്പൊ പിടിക്കപ്പെടും. ഇടതുപക്ഷ സംഘാടനം ഡിവൈഎഫ് ആലത്തൂർ ഡിവൈഎഫ്കാരെ സംഘടിപ്പിച്ചെന്ന് തോന്നുന്നു. ഈ വീണ് കിട്ടിയ സമയത്ത് ഓരോരുത്തരും ഓരോ മണ്ഡലത്തിൽ ഈ 140 മണ്ഡലമുണ്ട്. ഒരു മണ്ഡലത്തിൽ ഒരു കളി കളിച്ച 140 കളി കളിക്കാതെ ഈ ഒരു സംഘം 20 പേരടങ്ങുന്ന തെരുവാടായിട്ട് നീങ്ങുന്ന ഈ സംഘത്തിനെ ഈ അച്ചായന് സ്മരണയായിട്ട് അത് അർപ്പിച്ചുകൊണ്ട് അതിന്റെ വേദികളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അത് പ്രൊസീനിയം ബ്രേക്ക് ചെയ്താണ്. കൃത്യമായിട്ട് സൂര്യകാന്തിയുടെ ആരെ പറഞ്ഞ പോലെ തിരിച്ചുവരവാണ്.
ഈ തിരുവനന്തപുരം കളിയുണ്ടെന്ന് പറയുന്നു, തൃശ്ശൂർ 3 സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വരുന്നുണ്ട്, കുഴിക്കാട്ടിശ്ശേരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കൃത്യമായിട്ടും ആ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നൊരു ടെറർ വരുന്ന എവിടെയാണ്? ഈ അക്കാഡമിക്കായിട്ട് നമുക്ക് കൂടുന്ന നാടകം കൊണ്ട് പാരീസിലോ ന്യൂയോർക്കിലോ പോയി പത്രവാർത്തയിൽ വന്ന് ഭയങ്കര മേനി ചമഞ്ഞ് നടക്കാം, AC-യിൽ പോയി ബീർ കഴിക്കാമെന്നുള്ളവർക്കും ഒരു ഷോക്കായിരിക്കും ഇത് നിരന്തരം. അല്ലെങ്കിൽ പറയും ബോമയുടെ കഥ പറയും, ബോമ ഭയങ്കര സംഭവമായിരുന്നു, അത് പൊളിയാൻ ഭയങ്കര സാധ്യതയുണ്ട്. ഈ സംഘം നിരന്തരം ഇത് മുന്നോട്ട് പോയാൽ പല വായനശാലകളുടെ പരിസരത്ത് കളിക്കുകയും ഇത് റീഓർഗനൈസ് ചെയ്യപ്പെടുന്നവരാണ് അറിയും. കാരണം ഞാനൊക്കെ ഹൃദയം കൊണ്ട് എടുത്ത തീരുമാനം, അമേച്ചർ നാടകവേദിയുടെ 250 നാടകമൊക്കെ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് നടന്ന ആളാണ് ഞാൻ, ബെഞ്ചും വേണം. അത് വിട്ട് ഒരു കളിക്കും ഞാൻ തയ്യാറില്ല, അതില്ല എന്നുള്ളത് വേറെ പറഞ്ഞു. പക്ഷെ നമ്മളപ്പം എന്ത് ചെയ്തു, പി ജാനി ജീവചരിത്രം എഴുതി കൊടുത്തു, ഇന്റർവ്യൂ. കാരണം നമ്മളപ്പോ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും വീണ്ടും പരിസരം എടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് പറ്റില്ല ലക്ഷങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ സിറ്റിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് കോർപ്പറേറ്റ് ആയിട്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ബേസിക്കായിട്ട് എന്റെ കൾച്ചറിൽ പറ്റുന്നില്ല. ഈ അച്ചായനായിട്ടുള്ള ബന്ധം കൊണ്ട് അത് കുറച്ചുകൂടി ഉറച്ചു, തീരെ പറ്റില്ല. ആ നിലപാടെടുക്കുക. അപ്പൊ നമ്മൾ വാട്ട് നെക്സ്റ്റ് ബദല് സ്പേസ് അന്വേഷിക്കും. ഈ അധ്വാനിക്കുന്ന മനുഷ്യരെയൊക്കെ പല പല തട്ടിലുള്ള ബോഡി ലാംഗ്വേജും, അതാണ് ശരിക്കും ഡ്രാമ. അവിടെയാണ് അതിന് ജീവിതം ഡ്രാമ എടുക്കുന്നത്. മെലിഞ്ഞ മനുഷ്യനും തടിച്ച മനുഷ്യനും ഒക്കെ വരുന്നതാണ്. അതിൽ ബ്രോയിലർ ചിക്കൻ പോലെ 10 നടന്മാരെ കിട്ടിയിട്ടൊന്നും നല്ല നട ഉണ്ടാക്കാൻ പറ്റില്ല. സാധാരണ സ്ലാങ് പറയുന്ന മനുഷ്യർ വേണം. സിനിമാക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, മമ്മൂട്ടി ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്, മാമുക്കോയൻ ഉപയോഗിക്കും, പല വ്യത്യസ്ത സ്ലാങ്ങുള്ള ഒരു സിനിമാക്കാരെ അടിച്ചു മാറ്റിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഈ വൈവിധ്യം ഗ്രാമത്തിലേ ഉള്ളൂ. അതിന്റെ കൂട്ടായ്മ തന്നെയാണ് ആവശ്യം. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്തുള്ളൊരു സന്ദേശം. നമ്മൾ ഡോക്യുമെന്ററി വന്ന് എൻഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയിലാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാതെ ഇപ്പോൾ പറഞ്ഞു തീർക്കാം. ഈ 12 മണിക്കൂറുകളിൽ നിന്ന് ആലപ്പുഴ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കൂടുതലും 2 വക്കീലുമാരായിട്ടുള്ളതും അവരുടെ ഇന്റർവ്യൂ വരുന്നതും, ദെൻ നമ്മുടെ നാടയാത്രയിൽ കളിച്ച പ്ലേകളിലും, പിന്നെ സമരാഹ്വാനായിട്ട് ഈ പ്ലേ ഇതിന്റെ ക്ലിപ്പിംഗ്സ് കിട്ടിയില്ല, അത് വരും, അതും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇനി പുള്ളിയുടെ ബയോഗ്രഫിക്കൽ തലം എന്നുള്ള നിലയ്ക്ക് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അതിന് ഫില്ല് ചെയ്യാനുണ്ട്. കഴിഞ്ഞ 3 ദിവസം കൊണ്ടാണത് കൊണ്ടുവന്നിരിക്കുന്ന 70 മിനിറ്റ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ഫയർ കിട്ടാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. അടുത്ത ഗ്രന്ഥാലോകത്തിൽ ഒരു 10 പേജുള്ള മാറ്റർ S. രമേശൻ പറഞ്ഞിട്ട് ഈ അപൂർവമായിട്ട് ഉള്ള എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ക്രോഡീകരിച്ച് ഗ്രന്ഥാലോകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫോട്ടോസ് നമ്മളിവിടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഈ പുതിയ തലമുറയിൽ നമുക്ക് എങ്ങനെ ഈ നിലപാടെടുക്കാം എന്നുള്ള അവസരവാദം കളിക്കുന്ന പൊളിറ്റീഷ്യൻസിന് മാറിയിട്ട് സത്യം പറയുന്നത് കവിയോ കലാകാരനോ സംഗീതജ്ഞനോ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ നിലപാട്. നാടകക്കാരൻ കുഞ്ചൻ നമ്പ്യാരായിട്ട് സത്യം പറയേണ്ട ആളാണ്. ആ റബൽ എനർജി തിരിച്ചു പിടിക്കുക. ഇത്തരം വേദികൾ, ഇത്തരം അനുസ്മരണങ്ങൾ ഇതായിരിക്കട്ടെ, അർത്ഥവത്തായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചാക്കോടി അന്തിക്കാടൻ